ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് ബസൂക്ക എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പ്രതീക്ഷിച്ചിരുന്നല്ലോ. വൈകിട്ടോടെ ആ പോസ്റ്റർ ഇങ്ങെത്തിരിക്കുകയാണ്. ഗോൾഫ് കളിക്കുന്ന ഗോൾഫ് സ്റ്റിക്ക് കയ്യിലേന്തി നിൽക്കുന്ന മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ചിത്രം പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വന്ന പോസ്റ്ററുകളിൽ മികച്ച പോസ്റ്റർ എന്ന് നിസ്സംശയം പറയാം. അതേസമയം ബസൂക്ക എന്ന സിനിമ ഉടനെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ല എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ബസൂക്ക എന്ന സിനിമയുടെ റിലീസ് വൈകാനുള്ള കാരണം മമ്മൂട്ടി ജീവി സിനിമയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായാൽ മാത്രമേ മമ്മൂട്ടി GVM കോമ്പിനേഷൻ സീൻസ് ബസൂക്കയിലുള്ള രംഗങ്ങൾ ബാക്കി ചിത്രീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഏകദേശം ഒരാഴ്ചയ്ക്കിടയിൽ തന്നെ ബസൂക്ക എന്ന സിനിമ ഈ വർഷം ഡിസംബറിൽ അതല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് മമ്മൂക്കയുടെ ജന്മദിനത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ വന്ന സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ചിത്രം ബസൂക്കയ്ക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ മാസം ഷൂട്ടിംഗ് പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ നവംബർ മാസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. നവംബറിലെ സിനിമ റിലീസ് ഉറപ്പാക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കാതലാണെങ്കിൽ ഈ വർഷവും മമ്മൂട്ടിക്ക് ഒരു നവംബർ മാസം സിനിമ ഉണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് മെഗാസ്റ്റാറിന്റെ ജന്മദിനത്തിൽ ഒരു സർപ്രൈസ് അപ്ഡേറ്റ് കൂടി നാം പ്രതീക്ഷിച്ചതാണ്. ഇപ്പോഴത്തെ സർപ്രൈസ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ അവാർഡ് സിനിമയുടേതാണ് എന്ന് മാത്രം. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തിയ സിനിമ പാലേരി മാണിക്യം എന്ന സിനിമ റീ റിലീസിന് ഒരുങ്ങുന്നു എന്ന മാസങ്ങൾക്ക് മുന്നേ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണല്ലോ. ഇപ്പോഴത്തെ റീ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി പാലേരി മാണിക്യം റീ റിലീസ് ചെയ്യും. നിലവിലെ മലയാളം സിനിമയ്ക്ക് റീ റിലീസ് സിനിമകളുടെ കാര്യത്തിൽ നല്ലൊരു പേരാണല്ലോ. പാലേരി മാണിക്യം ആ പേര് കെടുത്താതിരിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കാം 4K പതിപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പാലേരി വാർത്തകൾ കേട്ട്.